തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ ജീവൻ തിരിച്ചുകിട്ടിയത് ഭാഗ്യം കൊണ്ടാണെന്ന് ചെവിക്ക് പരുക്കേറ്റ ഓമന 24-നോട്. സാരിയിൽ തീ പടർന്ന് ഓമനയ്ക്ക് പൊള്ളലേറ്റിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുമ്പോഴായിരുന്നു അപകടമെന്നും ഓമന പറഞ്ഞു. തൃപ്പൂണിത്തുറയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ ഓമന അമ്മ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഇവിടെ ഒന്ന് സംസാരിച്ചപ്പോൾ ഒരു ഭാഗ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ജീവൻ തിരികെ കിട്ടിയതെന്നാണ് ആ കുടുംബം ഇപ്പോൾ പറയുന്നത്. അമ്മ, എങ്ങനെയായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത്? അമ്മ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്കായിരുന്നു? ഞാൻ റോഡ് നടന്നു വരുമായിരുന്നു. ആ ഗേറ്റിന്റെ ആ ഓപ്പോസിറ്റ് റോട്ടിൽ തന്നെ എത്തുമ്പോഴാണ് അപ്പുറത്ത് ഈ പൊട്ടൽ കേൾക്കലും മറിഞ്ഞു വീഴലും. നീ ആകെ 1 മിനിറ്റ് കൊണ്ടെല്ലാം കഴിഞ്ഞു. തൊട്ടടുത്ത് നിന്ന് സംഭവത്തിന് സാക്ഷിയായ ഒരാളാണ് ശരിക്കും. ആദ്യം റോഡിലാരും ഉണ്ടായിരുന്നില്ല, അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അമ്മയാണ് ശരിക്കും ആദ്യം അവിടെ സ്ഥലത്തുണ്ടായിരുന്ന ആൾ അമ്മയാണ്. ഓടിപ്പോണ്ടായിരുന്നു. ഞാൻ നടന്നുകൊണ്ട് വരുമ്പോ ഗേറ്റിന്റെ ഉള്ളിൽ നിന്ന് 2 പേര് ഓടിപ്പോണ്ടായിരുന്നു പുറത്തേക്ക്. എന്തോ അവിടെ സ്പാർക്ക് എന്തേലും കണ്ടിട്ട് അവര് ഇത് സംഭവിക്കുന്നുള്ള ഒരു തോന്നലുണ്ടായിട്ട് അവർ ഓടിയതായിരിക്കും. ഇപ്പൊ അവിടെ ഉള്ള ആൾക്കാരൊന്നും അറിയില്ലല്ലോ. ഒരു ഓടണേയും കണ്ട് പൊട്ടണേയും കണ്ടു. ഒന്നുമില്ല, അറിയില്ല. അമ്മയ്ക്ക് ഒരു സൈഡ് കുറച്ച് പൊള്ളലുണ്ട്. പിന്നെ ചെവിയുടെ ഡയഫ്രം 2 ചെവിയുടെയും നല്ല പോലെ പൊട്ടിയിട്ടുണ്ട്. നല്ല വലിയ ഹോളാണെന്ന് പറഞ്ഞു. റൈറ്റ് സൈഡ് ശരിക്കും പൊട്ടി, ലെഫ്റ്റില് അത്രയില്ല, എന്നാലും കുറച്ച്. അപ്പൊ അത് ക്യൂർ ആവാൻ കുറച്ച് താമസമുണ്ട്. ഷുഗർ ഉള്ള ആളാണ്, അപ്പം കുറച്ച് താമസം വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കുളിക്കണ തന്നെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ കുളിച്ചാൽ മതി, ആ ഒരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അസുഖങ്ങൾ വരാൻ, ജലദോഷം പനിയൊന്നും വരാതെ നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. ഡ്രസ്സൊക്കെ അതിൽ കത്തിപ്പോയി, കാണിച്ചു കൊടുക്ക്. പാവാടയൊക്കെ ഇങ്ങനെ 5-6 കഷ്ണമായി. പാവാട ഇങ്ങനെ തൊങ്ങല് തൂക്കിയ പോലെ ഇങ്ങനെ കീറി 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 ഇരിക്കണു. എങ്ങനെയാണ് അങ്ങനെയൊക്കെ? സാരിയാണെങ്കിൽ ഇവിടെ കത്ത് പിടിച്ച് ഇങ്ങനെ ചുരുട്ടി പിടിച്ച്. പോളിസ്റ്റർ ആയിരുന്നു. ചുരുട്ടി പിടിച്ച കാരണം ഇവിടെ ഇത്ര മാത്രം കുറച്ചേ പൊള്ളിയിട്ടുള്ളൂ. ആരും ഇല്ലായിരുന്നു. ഓടിപ്പോയവര് പോയി. അപ്പൊ അമ്മ വീണ് കഴിഞ്ഞിട്ട് പിന്നെ തനിയെ എണീറ്റ് അപ്പുറത്തുള്ള വീടിന്റെ അടുത്ത് പോയി ഇരുന്ന് കഴിഞ്ഞപ്പോ അവിടുന്ന് അപ്പോഴത്തേക്ക് ആൾക്കാർ ഇറങ്ങി വന്ന് അവര് പറഞ്ഞു, അയ്യോ അവിടെ ഇരിക്കല്ലേ, മുകളിൽ കത്തണുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് മാറി വേറെ അങ്ങോട്ട് പോയി നിന്നപ്പോഴത്തേക്ക് ഇവിടുന്ന് പരിചയമുള്ള ഒരു സ്ത്രീ വന്ന് അവര് പിന്നെ അമ്മ വേറൊരു വണ്ടിയെ കയറ്റി വിടുകയാണ് ചെയ്തത്. തീർച്ചയായും ഇവർ സൂചിപ്പിച്ചതുപോലെ ആ അപകട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഏക വ്യക്തിയാണ് നമുക്കിപ്പോ ചേർന്ന ഈ ഓമന എന്ന് പറയുന്ന അമ്മ. അമ്മയ്ക്ക് പൊള്ളലേറ്റിട്ടുണ്ട്, ഒപ്പം തന്നെ ചെവിക്ക് പ്രശ്നം പറ്റിയിട്ടുണ്ട്, ഡയഫ്രത്തിനടക്കം ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വലിയൊരു സ്ഫോടനം, അതിന്റെ ഒരു ആഘാതം കൂടി നേരിൽ കാണുമ്പോൾ ജീവൻ തിരികെ കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമെന്ന് തന്നെയാണ് ആ കുടുംബം ഇപ്പോൾ പറയുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ രാഹുൽ VS-നൊപ്പം വിനീത VG, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.